എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അരേത മണിക്കൂർ എല്ലാവരും കൃഷിയിടത്തിൽ ഇറങ്ങി അരേത മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്ത് എങ്ങനെ കൃഷി ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, സഞ്ചിയിൽ ഇങ്ങക്ക് പച്ചമുളക് പാകേണ്ട എങ്ങനെയാ വെച്ചാൽ അതിന് മഞ്ഞ നിറയുള്ള മുളകായത്, ഇത് നല്ല ഉണ്ടപ്പറങ്ങി ജാതി മഞ്ഞ കളർ ഇതണ്ട. ഇതെൻ്റെ നേഴ്സറിയിലുണ്ട്. ഇത് നമ്മൾ സഞ്ചി പാകിയാൽ നല്ല വരുമാനം, നല്ലോണം കായ് ഫലവും കിട്ടും. നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒരു 10-30 സഞ്ചിയിൽ കണ്ടെങ്കിൽ സഞ്ചിയിൽ നമുക്ക് നട്ടിട്ട് നല്ലോണം കായ് ഫലം കൂടുതൽ കിട്ടുന്നതാണ്. അപ്പം ജൈവവളം ഇട്ട് വെച്ചാലും നമുക്ക് നല്ലോണം കായ് ഫലം കിട്ടും. അപ്പോൾ ഇതെങ്ങനെ നടാം എന്ന് നോക്കാം. നമ്മൾ കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഇതിൽ ഇങ്ങനെ ഇടുക. ഈ പേക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെ എടുത്ത് ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ അങ്ങ് വെക്കുക. ഇതിൻ്റെ ശേഷം നമ്മൾ മണ്ണ് കുറേച്ച ഇങ്ങനെ എടുത്ത് നല്ലോണം ഇട്ട് കൊടുക്കുക. സഞ്ചിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈറ്റ് ഇങ്ങനെ ഈ അരിവും കൊള്ള ഇങ്ങനെ ടൈറ്റാക്കി നമ്മൾ കൃഷിക്ക് അതിൻ്റേതായ രീതി ഉപയോഗിച്ച് കൃഷി ചെയ്യണേ. നമ്മൾ നനക്കും പോകുങ്ങൾ നമുക്ക് കൃഷി റെഡിക്ക് നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ മര്യാദയ്ക്ക് ചെയ്യണം. നമ്മൾ മണ്ണിടുമ്പോൾ നനക്കുമ്പോൾ ഇങ്ങനെല്ലാം പലതുണ്ട് കൃഷിക്ക് ടെക്നിക്കുകൾ വെച്ചാൽ പലതുണ്ട് കൃഷികൾക്ക്. നമുക്ക് നല്ല ഉണ്ടാണെങ്കിലും രോഗം വരാതിരിക്കുമെല്ലാം നല്ലോണം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് ഉപയോഗിക്കണം. അടിയിൽ ഈ സഞ്ചിയിൽ വെച്ചതിന് ശേഷം നമ്മൾ കല്ല് ഇങ്ങനെ അങ്ങ് എടുത്താണ്. ഇങ്ങനത്തെ കല്ല് ഈ തീയിൽ നമ്മൾ ഇങ്ങനത്തെ ചാണകപ്പൊടി ഒരു ബാറിൽ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് കൊടുക്കുക. ഇതൊരു പ്രത്യേക ഇനം ചീരോപ്പറങ്കി മുളകാണ്. നല്ലോണം കായ് ഫലം കൂടുതൽ കിട്ടുന്ന ചീരോപ്പറങ്കി മുളകാണ്. ഇത് നമ്മൾ ഈ കവർ വേഗം കൈ നമ്മൾ പൊട്ടിച്ചിടും. ഇതാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ തന്നെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ മണ്ണിട്ടിട്ട് ടൈറ്റാക്കിയതിൻ്റെ ശേഷം അവിടെ വെച്ചാൽ 2 മാസം കൊണ്ട് കായ് ഫലം ഉറപ്പാണ്. കൃഷിക്ക് നമ്മൾ അതിൻ്റെ രീതി റെഡിയാക്കി നോക്കണേ. എങ്ങനെ കൃഷിക്ക് നനവ് തന്നെ പ്രത്യേകമുണ്ട്. അധികം വെള്ളങ്ങൾ ഉപയോഗിക്കരുത്. ഒത്ത വെള്ളം അത് നമ്മൾ ചെറിയ കവറിൽ നനക്കുമ്പോൾ ഒത്ത നനവാ പറ്റും. അധികം നനവ് ഉണ്ടായാലും അത് ഉണങ്ങുവാനും എല്ലാ ചാൻസും ഉണ്ട്. അത് നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ എല്ലാത്തിനും നനക്കുമ്പം തന്നെ അതിൻ്റെ രീതിയിൽ നനക്കണം. അപ്പാട് പോയിട്ട് വെള്ളം ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ആയിപ്പോൾ അതിൻ്റെ രീതിയിൻ്റെ ശേഷമാണ് നനവിലും വളത്തിലും എല്ലാം വ്യത്യാസം വരുത്തും. നമ്മൾ കൃഷി രീതിയിൽ നിങ്ങൾ എത്ര വളമിട്ടിട്ടും കാര്യമില്ല, എന്തിട്ടിട്ടും കാര്യമില്ല. നമ്മൾ കൃഷി നിങ്ങൾക്ക് അറിഞ്ഞ് ചെയ്യണം. മനസ്സറിഞ്ഞ് കൃഷി ചെയ്താൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടും. മനസ്സറിഞ്ഞ് വെച്ചാൽ നമുക്ക് ഒരു നനവ് തന്നെ നമ്മളെ മനസ്സ് കൂടിയിട്ടാണ്. ഇനി അത് മതി എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ പൈപ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് റെഡിയാ എന്ന് തോന്നുമ്പോൾ ആ മിരട്ട് അങ്ങ് നിർത്തിക്കളണം. അത് കഴുങ്ങിനായാലും ശരി വള്ളിക്കായാലും ശരി എന്ത് നനക്കുമ്പോൾ നമ്മളെ മനസ്സിന് തോന്നണം അത് റെഡിയാ മതി, ആ വെള്ളം അതിന് മാണ്ടു എന്നുള്ള മനസ്സിൽ കണ്ടീഷൻ വരുത്തിയതിൻ്റെ ശേഷം മറ്റേ തൊട്ട് നനക്കാവുമ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നേറ്റം കൃഷിയിൽ നടത്തിയാൽ നിങ്ങൾക്ക് വളരെ ഇതുണ്ടാവും. മറ്റേ വളയങ്ങൾ എത്തിരി ഇട്ടിട്ടും കാര്യമില്ല. വളയങ്ങൾ എന്ത് വളമിട്ടാലും കൃഷി ഒരു ജാതിയിൽ നടക്കില്ല. നമ്മളെ കൈവ് പോലെയാണ് കൃഷി ഉണ്ടാക്കൽ. ഞാൻ ഇവിടെ അധികം ഒരു വളമൊന്നുണ്ട്. ഞാൻ ചോട്ടിൽ നോക്കിയാൽ നേഴ്സറി നടത്തുന്നുണ്ട്. ഇതിലിപ്പോൾ ഇഞ്ചിയാണ് നടത്തുന്നത്. നിങ്ങൾ ഇഞ്ചി പൊടിക്കുന്ന കണ്ട് ഇഞ്ചി. ഇതിപ്പോൾ ഈ ഇഞ്ചി ഇപ്പോൾ അയിൽ നടുന്നതാണ്. അപ്പോൾ എല്ലാം സഞ്ചി നിറച്ച് വെച്ചാൽ അയിൽ നടുമ്പോൾ നമ്മൾ ഇങ്ങനത്തത് ഇത്തിരിച്ചുള്ളതാണ് നടുക. ഇതിപ്പോൾ ഇങ്ങനത്തെ 3 എണ്ണം ഇങ്ങനത്തെ 3 എണ്ണം ഓരോരോ സഞ്ചിയിലൊക്കെ നട്ടു കൊടുക്കും. ആ സഞ്ചിയിൽ അപ്പോൾ ഇതെത്ര സഞ്ചിക്ക് നടുവേണ്ടാവും നിങ്ങൾ നോക്കി ഇത് 5-8 സഞ്ചിയിൽ 10 സഞ്ചിയിൽ ഞാൻ ഇത് നടും. അപ്പോൾ അങ്ങനെ നമ്മൾ സഞ്ചിയിൽ നട്ടിട്ട് നമ്മൾ അതിൻ്റെ രീതിയിൽ വളപ്പൊടി സഞ്ചിയിൽ നടുമ്പോൾ ഇത്തിരി വളപ്പൊടി ഇടും. അതിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിട്ട് നടന്നത് ഇതിൻ്റെ പണി തീർക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാം ആക്കി എടുക്കേണ്ടത്. ഒരു വെള്ളമുള ഉണ്ടാകുന്നൊരു ചീരോപ്പറ വെള്ളമുള ഇതുണ്ടെങ്കിൽ നല്ല ഇതിപ്പോൾ 1.5 മാസം കൊണ്ട് നല്ലോണം കായ് ഫലം വരും. അപ്പോൾ നിങ്ങൾ ഒരു 10-30 എണ്ണങ്ങൾ സഞ്ചി ചെയ്തിട്ട് വരുമാനം കണ്ടെത്തുക വെച്ചാൽ നിങ്ങളെ മിടുക്ക് പോലെയാണ്. നിങ്ങളെ മനസ്സെങ്ങനെയാണോ ആ മനസ്സിൽ തോന്നുന്നത് നമ്മൾ അതിൻ്റെ രീതി വെച്ചിട്ടേ കൃഷി ചെയ്യാവും. ഓരോരോ രീതിയുണ്ട് കൃഷിക്ക്. എന്ത് കൃഷിക്കും നമ്മളെ മനസ്സിൽ നിന്ന് എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ തന്നെ അല്ലാണ്ട് വളയിട്ടനെ കൊണ്ട് കാര്യമില്ല. നമ്മളെങ്ങനെ ഉണ്ടാക്കണം, നനവ് പ്രത്യേകം, വളയിടൽ ഇതൊക്കെ റെഡിയാക്കിയിട്ട് മനസ്സും റെഡിയാക്കണം. മനസ്സും കണ്ടീഷനാക്കിയിട്ട് കൃഷി ചെയ്താൽ ഒക്കാണ്ടില്ല. അത് ഇഞ്ചി കൃഷി, മഞ്ഞൾ ഒക്കെ കൃഷി ചെയ്തിട്ട് നമുക്ക് നല്ല വരുമാനം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. 1 സെൻറ്റിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കൃഷി ചെയ്തിട്ട് മുന്നോട്ടൊക്കെ മനസ്സും ശരീരം ഒരുപോലെ കൊണ്ട് നടന്നിട്ട് കൃഷി ഉണ്ടാക്കാം. വളയങ്ങൾ അധികമൊന്നും ഇടണമെന്നില്ല. ചെറിയൊരു നനവ്, അധികം നനക്കറ്. അപ്പോൾ മനസ്സ് ശുദ്ധീകരിച്ച് കൃഷി ചെയ്യുക. നല്ലോണം വരുമാനം ഒക്കെ
നിങ്ങൾക്ക് നേടിയെടുക്കാം. എല്ലാവരും അരേത മണിക്കൂർ കൃഷി ചെയ്ത് സന്തോഷമായിരിക്കും. നമ്മൾ മരിക്കുന്ന തടിയാണ്. എല്ലാവരും സന്തോഷമായും ജീവിച്ചു, എല്ലാവരും സന്തോഷമായി ജീവിക്കുകയും ഐശ്വര്യമായിട്ടിരിക്കും. ഒക്കെ കൃഷിയെല്ലാം ചെയ്തിട്ട് അരേത മണിക്കൂർ ഞങ്ങൾ കൃഷി ചെയ്യണ്ടു. 1 സെൻറ്റും 2 സെൻറ്റും എല്ലാം നമുക്ക് ധാരാളം കൃഷി ചെയ്തിട്ട് നല്ലോണം മുന്നേറ്റം നടത്താം. കുറ്റിക്കുരുമുളക്, വള്ളിത്തല എല്ലാം ഇട്ടിട്ട് നല്ല കൃഷി ചെയ്താൽ ഞാൻ അങ്ങനെയാണ്. ഞാനിപ്പം തെങ്കാരി വന്നിട്ട് ഈ സഞ്ചിയിലെല്ലാം നടന്നാണ്. നാളെ അപ്പോൾ അരേത മണിക്കൂർ കൊണ്ട് മാത്രമാണ് ഞാനും കൃഷി ചെയ്യുന്നത്. എല്ലാവരും അരേത മണിക്കൂർ കൃഷി, എല്ലാം അരേത മണിക്കൂർ 1 മണിക്കൂറെല്ലാം കൃഷി ചെയ്തിട്ട് നമ്മൾ പറമ്പ് നിറച്ച് കൃഷി ഉണ്ടാക്കുക. എന്നാൽ നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ.